നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് വിഘടനവാദികൾ. ജാഫർ എക്സ്പ്രസിലെ യാത്രക്കാരെ ബന്ദികളാക്കി. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. ഏറ്റുമുട്ടലിൽ 6 സൈനികർ കൊല്ലപ്പെട്ടു. ആശാവർക്കർമാരുടെ വേതനം ഉയർത്തുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിനുള്ള വിഹിതം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. ചിലവ് കണക്ക് നൽകുമ്പോൾ ബാക്കിയുള്ളതും കൊടുക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന് കേരളം. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സർ ഇതിൽ നില്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. പറഞ്ഞതിൽ നിന്നെല്ലാം എ പത്മകുമാർ പിന്നോട്ട്. പരസ്യ വിമർശനങ്ങൾ തെറ്റായിപ്പോയി. പാർട്ടി നടപടി നേരിടാൻ തയ്യാർ. ഒരു വികാരപരമായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു എന്നുള്ളത് അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാണ്. ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഫേസ്ബുക്കിലെ ചിത്രത്തിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക ജോലി ഇനി വേണ്ടെന്ന് ബാലു. ദേവസ്വം ഓഫീസിലെ ജോലി മതി. കഴക നിയമനം കീഴ്വഴക്ക് ലംഘനമെന്ന് ആവർത്തിച്ച് തന്ത്രിമാർ. വിശ്വാസികളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം ചെറുക്കും. ലഹരി മാഫിയയുടെ അടിവേര് തേടി ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു. കോഴിക്കോട് 79 ഗ്രാം MDMA പിടിച്ചു. പാലക്കാട് കഞ്ചാവ് കടത്താൻ വിസമ്മതിച്ച ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. കൊച്ചിയിൽ രാസലഹരിയുമായി യുവാവ് പിടിയിൽ. കാസർഗോഡ് ലഹരി സംഘത്തെക്കുറിച്ച് വിവരം നൽകിയ അമ്മയെയും മകനെയും ആക്രമിച്ചയാൾ പിടിയിൽ. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ടിൽ നിന്ന് കരുത്തന്മാർ കളത്തിൽ. ലിവർപൂൾ PSG ഗ്ലാമർ പ്രീ ക്വാർട്ടർ പോരാട്ടം 1:30. ബേൺ മ്യൂണിക്കിന് ബെയർ ലെവർകൂസൻ എതിരാളികൾ. ബാർസലോണയും ബെൻഫിക്കയും നേർക്കുനേർ. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് 100-ലധികം പേരെ ബന്ദികളാക്കി വിഘടനവാദികൾ. ഏറ്റുമുട്ടലിൽ 6 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. പെഷവാർ കൊറ്റ റൂട്ടിലോടുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ബലോച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത്. സൈനിക നടപടി ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് ബലോച്ച് ലിബറേഷൻ ആർമിയുടെ മുന്നറിയിപ്പ്. മനു ഭരത് ചേർന്ന വിവരങ്ങളുമായി. മനു, ഈ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? ബന്ദികളെ മോചിപ്പിക്കാനായി ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ചില വ്യോമാക്രമണങ്ങൾ നടത്തി. പക്ഷേ ആ ഘട്ടത്തിലാണ് ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ ബലോച്ച് ലിബറേഷൻ ആർമി നൽകിയത്. തുടർന്നും ആക്രമണം നടന്നാൽ ആളുകളെ, തീവണ്ടിയിലുള്ള 100ഓളം ആളുകളെ ഉടൻ തന്നെ വധിക്കും എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണ്ട എന്ന നിലപാട് സൈന്യം എടുക്കുന്നു. അവരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ബലോച്ച് ആർമി, ലിബറേഷൻ ആർമി ഈ ശക്തമായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഈ 450-ലധികം യാത്രക്കാർ ആ തീവണ്ടിയിൽ ജാഫർ എക്സ്പ്രസിൽ ഉണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും സ്ത്രീകളെയും കുട്ടികളെയും തങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് BLA വ്യക്തമാക്കുന്നത്. BLAയും അവരുടെ ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന സംഘവും STOS എന്ന സംഘവും ഫത്തേഹ് സ്ക്വാഡും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. തങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നൊരു പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. പ്രത്യേക ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ നവംബർ 26-ന് സമാനമായ നവംബറിൽ ഇതുപോലെ ഒരു ചാവേർ സ്ഫോടനം അവർ നടത്തുകയും അതിൽ 62 ആളുകൾക്ക് പരിക്കേൽക്കുകയും 24 ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇടപെടലുകൾ നടത്തുന്നത്. ഈ ആളുകളെ മോചിപ്പിക്കാൻ കഴിയും എന്നാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കുന്നത്. റൈറ്റ്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് ബലോച്ച് ലിബറേഷൻ ആർമിയുടെ ശ്രമം, അത് ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ഇപ്പോൾ ആശയവിനിമയം നടത്തുക എന്നുള്ള പ്രഥമ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യം. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ആശാ വർക്കർമാർക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ. ആശാ വർക്കർമാരുടെ വേതന വർധന പരിഗണനയിലുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ.
രാജ്യസഭയെ അറിയിച്ചു. എന്നാൽ ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള കേന്ദ്രവിഹിതം കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും JP നഡ്ഡ വ്യക്തമാക്കി. അതേസമയം ഓണറേറിയം വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് 1 മാസമായി. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വൈകുന്ന പശ്ചാത്തലത്തിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കർമാരുടെ സമരം. കഴിഞ്ഞ 1 മാസമായി സമരം തുടരുന്ന ആശാ വർക്കർമാർക്ക് ആശ്വാസമേകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. ആശാ വർക്കർമാരുടെ വേതന വർധന പരിഗണനയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ഉടൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള കേന്ദ്രവിഹിതം കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും JP നഡ്ഡ അറിയിച്ചു. CPI MP P സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ മറുപടി പറഞ്ഞത്. Enlighten the House that just a week back there was a meeting of Mission Steering Group of the NHM where we have seen to it that the ASHA workers, all their activities which they are doing, in all those activities there has to be enhancement of the financial part, and which has the Mission Steering Group has given the permission, and we will be going forward. That is the enrollment. എന്നാൽ JP നഡ്ഡ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെന്നും സഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുവെന്നും P സന്തോഷ് കുമാർ പ്രതികരിച്ചു. വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 10 തുടങ്ങിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം വെയിലും മഴയുമേറ്റ് 30ാം നാളിൽ എത്തി നിൽക്കുമ്പോഴും സമരവീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്നതിന് കടന്നുപോയ രാപ്പകലുകൾ തന്നെ സാക്ഷി. പിന്തുണയില്ലാതെ തുടങ്ങിയ പോരാട്ടം ഇതിനിടയിൽ ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കൈമലർത്തൽ, CITU ഉൾപ്പെടെയുള്ള ഇടത് അനുകൂല സംഘടനകളുടെ രൂക്ഷ വിമർശനം, ബദൽ സമരമുഖങ്ങൾ. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാൻ തയ്യാറാകാതിരുന്നതോടെ സമരപ്പന്തലിലേക്ക് ജനപിന്തുണ ഒഴുകിയെത്തി. ഐക്യദാർഢ്യവുമായി കോൺഗ്രസും BJPയും കൂടി എത്തിയതോടെ ആശമാരുടെ സമരത്തിന്റെ ചൂട് കേരളം കണ്ടു. ഒരു ഹ്യൂജ് ഫണ്ടാണ് എമൗണ്ട് നമുക്ക് NHMന് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നത്, NHMന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അന്നേരം അവരെന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാന തൊഴിലാളി വർഗത്തിനുള്ള വേതനം മാറ്റി വെച്ചിട്ട് വേണം അവർ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. അല്ലാതെ കിട്ടുന്ന പൈസ എടുത്ത് മറ്റു കാര്യങ്ങൾ ചെലവഴിച്ചിട്ട് 4-5 മാസം കൂടുമ്പോൾ ഈ കഷ്ടപ്പെടുന്ന ആശമാർക്ക് കൊടുക്കുന്നതിലല്ല. ഞങ്ങളിവിടെ എപ്പോൾ വന്ന് സമരം ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കുടിശ്ശിക തരുന്നത്. അത് ഇപ്പോഴാണ് ഈ കുടിശ്ശിക ഒരുമിച്ചെങ്കിലും കിട്ടിയത്. നിയമസഭയിലും പിന്നാലെ പാർലമെന്റിലും വരെ ആശമാരുടെ സമരമെത്തി. ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിൽ UDF MPമാർ പ്രതിഷേധിച്ചു. വരുന്ന 17-ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ആശാപ്രവർത്തകരെയും എത്തിക്കാനാണ് നീക്കം. വിവിധ സംഘടനകളുടെ പിന്തുണയും ആശാ വർക്കർമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞുവെന്നും അതറിഞ്ഞുവെന്നും കേരളത്തിന് അതാണ് ആഗ്രഹമെന്നും മന്ത്രി വീണ ജോർജ്. 2023 കേന്ദ്രം നൽകിയ സാമ്പത്തിക സഹായം 0 വീണ ജോർജ് പറഞ്ഞു. അതിൽ ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ പാർലമെന്റിൽ പറഞ്ഞതായിട്ട് കാണുന്നത് വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ആവശ്യവും അതായിരുന്നു. ഞാൻ നേരത്തെ പോയി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ സ്കീം, ആശാ സ്കീം തുടങ്ങിയപ്പോൾ തന്നെ ഇത് ആ ഇൻസെന്റീവാണ് നൽകുന്നത്. 2023 ക്യാഷ് ഗ്രാന്റ് 0 ആണ് സാർ. അത് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതിന്റെ അത് ശരിയാണ്. അത് ഒരിക്കൽ കൂടി പറയുകയും ടേബിൾ ചെയ്യുകയും ചെയ്യുന്നു സാർ. കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സാർ. 2025 ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഫണ്ട് ലൊക്കേഷൻ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അയച്ചിട്ടുണ്ട് സാർ. അതിന്റെ ഡോക്യുമെന്റും ഉണ്ട് സാർ. ആശാ വർക്കർമാരുടെ പേരിൽ നടത്തിയ കേന്ദ്ര വിരുദ്ധ പ്രചാരണത്തിന് സംസ്ഥാനം മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കേരളത്തിന് കേന്ദ്രം കുടിശ്ശികയൊന്നും നൽകാനില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പാർലമെന്റിൽ പ്രസ്താവന നടത്തിയ സാഹചര്യത്തിലാണ് പ്രതികരണം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം നീതിക്ക് വേണ്ടിയുള്ളതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. UDF MPമാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയാണ് സമരം ചെയ്യേണ്ടത്. കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിൽ കൃത്യമായ കണക്ക് നൽകാതെ സംസ്ഥാനം ഒളിച്ചു കളിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പാർട്ടിക്കെതിരെയുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിൻവാങ്ങി അസംതൃപ്തരായ CPM നേതാക്കൾ പാർട്ടി വിമർശനം തെറ്റായിപ്പോയി എന്നും നടപടി എന്തും നേരിടാൻ തയ്യാറാണെന്നും A പത്മകുമാർ പറഞ്ഞു. ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗത്വം തന്നെ ഒഴിയാൻ തയ്യാറായിരുന്നുവെന്നുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയതായിരുന്നു പത്മകുമാറിനെ പ്രകോപിപ്പിച്ചത്. പ്രാഥമിക അംഗത്വത്തിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ച പത്മകുമാർ ഇന്ന് നിലപാട് തിരുത്തി.
പരസ്യ വിമർശനങ്ങൾ തെറ്റായിപ്പോയെന്ന് അംഗീകരിച്ചു. ആ പറഞ്ഞ കാര്യം പരസ്യമായി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ പറഞ്ഞത്. അതല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേറെ ആരും പറഞ്ഞതുമല്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുപോലുള്ള വ്യത്യസ്താഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഏത് വ്യത്യസ്താഭിപ്രായവും അവനവൻ്റെ പാർട്ടി ഘടകത്തിൽ പറയാൻ പാർട്ടിയിൽ അവകാശമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു വികാരപരമായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചു എന്നുള്ളത് അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് ഉൾക്കൊള്ളാനും ഞാൻ തയ്യാറാണ്. 2016 നവകേരള മാർച്ചിന്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുന്ന ചിത്രവും ഒപ്പം ഒരു ആശ്ചര്യചിഹ്നവുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ ഫേസ്ബുക്കിന്റെ കവർ ഫോട്ടോ ആക്കിയിരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടാത്തതിന്റെ അതൃപ്തിയായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ എല്ലാം മാധ്യമ വ്യാഖ്യാനങ്ങളാണെന്ന പതിവ് CPM വിശദീകരണത്തിൽ കടകംപള്ളിയും പാർട്ടിക്കൂറ് പ്രഖ്യാപിച്ചു. നിങ്ങൾ എന്താണ് എന്നെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചറിനെ എത്ര ദുരുപദിഷ്ടമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചിലർ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. സമ്മേളന കാലത്ത് 2-3 ചിത്രങ്ങളുണ്ടായിരുന്നു പ്രൊഫൈലിൽ, മാറി മാറി വന്ന ചിത്രങ്ങൾ. കൂട്ടത്തിൽ പറയട്ടെ, പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഞാനല്ല. എനിക്ക് വേണ്ടി എൻ്റെ കൂടൊപ്പം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എൻ്റെ ഒരു PA ഉണ്ട്. കഴിഞ്ഞ ദിവസം വന്നത് 20ാം പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനോടൊപ്പം തിരുവനന്തപുരം ജില്ലാ ഡെലിഗേഷൻ്റെ ഒരു ചിത്രമാണ് പ്രൊഫൈലായിട്ട് വന്നത്. നിങ്ങൾ അതിലാരും ഉത്കണ്ഠപ്പെട്ടതായിട്ട് കണ്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രാതിനിധ്യം കിട്ടാത്തതിൽ ജില്ലയിലെ പാർട്ടിയിൽ അമർഷം ശക്തമാവുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വന്നു. പാർട്ടി തീരുമാനത്തിലെ അതൃപ്തി സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ച P ജയരാജനും J മേഴ്സിക്കുട്ടിയമ്മയും മൗനം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇനി കഴക ജോലി ചെയ്യില്ലെന്നും താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നും ബാലു. ദേവസ്വം ഓഫീസ് ജീവനക്കാരനായി തുടരുമെന്നാണ് പ്രതികരണം. കഴക നിയമനം ചട്ടവിരുദ്ധമാണെന്നും ക്ഷേത്ര വിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നീചമായ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും തന്ത്രി പ്രതിനിധി ആവശ്യപ്പെട്ടു. തൃശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായാണ് ബാലുവിന്റെ പ്രതികരണം. കഴക ജോലി ചെയ്യുന്നതിൽ എതിർപ്പ് പ്രതീക്ഷിച്ചില്ല. താൻ കാരണം ഇനി ഒരു പ്രശ്നം വേണ്ടെന്നും ബാലു. കഴകം തസ്തിക തുടങ്ങാൻ താല്പര്യമില്ലാന്നും നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ലാസ്റ്റ് തസ്തികയിലാണ് ആണെങ്കിൽ തുടരുമെന്നും പറഞ്ഞിട്ട് ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്. അപ്പൊ അതില് തീരുമാനം ഉണ്ടാവും എന്താണെന്ന് അറിഞ്ഞിട്ട് കഴകം പോസ്റ്റിലേക്ക് വരാൻ എനിക്ക് മാനസികമായിട്ട് താല്പര്യമില്ല. കഴക നിയമനം ചട്ടവിരുദ്ധമെന്ന ആരോപണമാണ് തന്ത്രി പ്രതിനിധി ഉന്നയിക്കുന്നത്. 5 വർഷമായി കഴക പ്രവൃത്തി ചെയ്തിരുന്നയാളെ നോട്ടീസ് കാലാവധി പോലും നൽകാതെ പിരിച്ചുവിട്ടു. ഭരണസമിതിയുടെ ഈ നടപടി അംഗീകരിക്കാനാവില്ല. ഇതിനെയാണ് എതിർത്തതെന്നാണ് വിശദീകരണം. തെറ്റുതിരുത്തുന്നതിനു പകരം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ കള്ളപ്രചാരണങ്ങളും കലാപാഹവനവും ചിലർ നടത്തുകയാണെന്ന് ദേവസ്വം തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു. ഹിന്ദു ഏകീകരണം എന്നതിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗം തങ്ങളുടെ അധികാര രാഷ്ട്രീയ നിലനിൽപ്പിനായി ക്ഷേത്രങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വിമർശിച്ചു. ന്യൂസ് 18 തൃശൂർ. PFI SDPI വ്യാജ ഫണ്ടിങ്ങിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിയമവിരുദ്ധമായി വിദേശത്ത് ഫണ്ട് സ്വരൂപിക്കുകയും ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന്റെ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു. 2009 മെയ് മുതൽ 2022 മെയ് വരെ PFIയുടെ 29 അക്കൗണ്ടുകളിലേക്ക് 262 കോടിയിലധികം നിക്ഷേപിച്ചു എന്നാണ് കണ്ടെത്തൽ. SDPI ഓഫീസുകളിൽ ED നടത്തിയ പരിശോധനകളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. വിദേശത്തു നിന്നും നിയമവിരുദ്ധമായി കോടികളാണ് PFI പിരിച്ചെടുത്തത്. 2009 മെയ് മുതൽ 2022 മെയ് വരെയുള്ള കാലയളവിൽ 29 അക്കൗണ്ടുകളിലായി 262 കോടി രൂപയാണ് നിക്ഷേപവുമായി വന്നിരിക്കുന്നത്. ഇതിൽ 32 കോടിയോളം രൂപ പണമായി നിക്ഷേപിച്ചു. ദേശത്തും വിദേശത്തുമായി പണം പിരിച്ചെടുക്കാൻ ഗൂഢാലോചനകൾ നടത്തി. ആരുടേതെന്ന് വ്യക്തമാകാത്ത സംശയാസ്പദമായ ഒട്ടേറെ അക്കൗണ്ടുകളിൽ നിന്നും പണം സ്വീകരിച്ചിട്ടുണ്ട്. PFIയുടെ ഓഫീസുകളിലും ഭാരവാഹികളുടെ വസതികളിലും നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ വൻതോതിൽ കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തിരുന്നു. ഇതോടെ എല്ലാം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് വ്യക്തമായി. ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചതെന്നും ED വിലയിരുത്തുന്നുണ്ട്. ചാരിറ്റിയുടെ മറവിൽ പണം കൈമാറ്റം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പല വ്യക്തികൾക്കും സഹായമെന്ന രീതിയിൽ നിക്ഷേപിച്ച തുക പിന്നീട് PFI അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. പല വ്യക്തികളുടെയും അക്കൗണ്ടുകൾ പണം വിദേശത്തുനിന്ന് കൈമാറാൻ വേണ്ടി PFI ഉപയോഗപ്പെടുത്തി. വിദേശത്ത് ധനസമാഹാരമടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക ആളുകളെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ലഭിക്കുന്ന പണം ഇവരാണ് ഇന്ത്യയിലേക്ക് കടത്തുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
SDPI PFIയുടെ രാഷ്ട്രീയ മുഖമാണെന്നും ആശയപ്രചരണത്തിനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും PFIയുടെ ഫണ്ടോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് SDPI എന്നും ED വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലവ് ജിഹാദ് പരാമർശത്തിൽ ഉറച്ച് PC ജോർജും പിന്തുണച്ച് BJPയും. ലവ് ജിഹാദിന്റെ തെളിവുകൾ മാധ്യമങ്ങൾ കണ്ടെത്തണമെന്നാണ് ജോർജിന്റെ വെല്ലുവിളി. ജോർജിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശം കിട്ടിയ ശേഷമായിരിക്കും പോലീസിന്റെ തീരുമാനം. ഇതിനിടെ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ട് DGPക്ക് യൂത്ത് ലീഗ് പരാതി നൽകി. PC ജോർജിന്റെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ആയുധമാക്കിയ ഒരു വിഭാഗം വർഗീയ പ്രചരണത്തിന് ശ്രമിക്കുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും ലവ് ജിഹാദ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PC ജോർജ്. ലവ് ജിഹാദ് സംബന്ധിച്ച തെളിവുകൾ എവിടെയെന്ന ചോദ്യത്തിന് ജോർജിന്റെ മറുപടി ഇങ്ങനെ: കേട്ടോ, വിവാഹം കഴിച്ചു പോകണമെങ്കിൽ നല്ലതാണ്, എനിക്ക് തർക്കമില്ലെന്ന്. ഇപ്പം മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാം, വളരെ എന്നാ കുഴപ്പം. പക്ഷെ ഇതല്ല, ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകും, പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഞാൻ അറിയുന്നത് അതുങ്ങളൊക്കെ ജീവിതം കട്ടപ്പയായെന്ന് മനസ്സിലായില്ലേ? അതിനെ വിശ്രാന്തിക്ക് ഞാൻ കിടക്കും. നിങ്ങൾക്ക് ചാനലൊക്കെ ഉണ്ട്, അന്വേഷിക്കൂ. എന്റെ വായിൽ തന്നെ കേൾക്കണമെന്ന് പിടിക്കണം. BJP നേതൃത്വവും ജോർജിനെ പിന്തുണച്ച് രംഗത്തുണ്ട്. PC ജോർജ് തീവ്രവാദത്തിനെതിരെയാണ് പറഞ്ഞതെന്നാണ് മകനും BJP നേതാവുമായ ഷോൺ ജോർജിന്റെ നിലപാട്. PC ജോർജിന്റെ നാവിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിലവിൽ വിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ ജാമ്യത്തിലാണ് PC ജോർജ്. ഇതിനിടയിലാണ് പുതിയ വിവാദം. ജോർജിന്റെ പരാമർശങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് പാലാ പോലീസ്. പ്രസംഗം പൂർണ്ണമായും കേട്ടാണ് പരിശോധന. മതത്തെ നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും ജിഹാദ് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചതിൽ കേസെടുക്കാനാകുമോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടി. അദ്ദേഹത്തിന് ഒരു സംരക്ഷണവും കൊടുക്കാതെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജാമ്യം റദ്ദാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രസ്താവനയോട് ആവശ്യപ്പെടുവാനുള്ളത്. PC ജോർജ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട്. ജാമ്യം റദ്ദാക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലീഗ് കത്ത് നൽകി. പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ നീക്കം. യൂത്ത് കോൺഗ്രസ്, SDPI, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളും PC ജോർജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ PC ജോർജിന്റെ പ്രസ്താവന രാഷ്ട്രീയ സാധ്യതയാക്കാനാണ് BJPയുടെ നീക്കം. PC ജോർജിനെ പിന്തുണച്ച് KCBC മദ്യവിരുദ്ധ സമിതിയും രംഗത്തു വന്നു. ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമില്ലെന്നാണ് ഇവരുടെ നിലപാട്. ന്യൂസ് 18 കോട്ടയം. ഇടുക്കി പീരുമേട് പരുന്തുംപാറ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച ആൾക്കെതിരെ കേസെടുത്ത് പോലീസ്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസ്. പീരുമേട് ലാൻഡ് റവന്യൂ തഹസിൽദാറുടെ പരാതിയിലാണ് നടപടി. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നടപടി ശക്തമാക്കുകയാണ് റവന്യൂ വകുപ്പ്. ഇതിനായി സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ ഡിജിറ്റൽ സർവേക്കും തുടക്കമായി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് ഇന്നലെ പൊളിച്ചു നീക്കിയിരുന്നു. പോലീസ് സുരക്ഷയിൽ 3 മണിക്കൂറോളം എടുത്തായിരുന്നു നടപടി. പിന്നാലെയാണ് കുരിശ് സ്ഥാപിച്ച തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത്. മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച കുരിശ് കഴിഞ്ഞ ദിവസമാണ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ചത്. പരുന്തുംപാറയിൽ 3.31 ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതായി കണ്ടെത്തി നേരത്തെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പീരുമേട് താലൂക്കിൽ 2 മാസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. ഇതെല്ലാം അവഗണിച്ചായിരുന്നു കുരിശ് സ്ഥാപിച്ചത്. ന്യൂസ് 18 ഇടുക്കി. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായിഗ്രാം ഡയറക്ടറുമായ KN ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി നീക്കം. അതേസമയം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആനന്ദകുമാറിനെ മുറിഞ്ഞപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാതിവില തട്ടിപ്പിനെ കുറിച്ച് സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിന് അറിയാമായിരുന്നുവെന്ന പോലീസ് വാദം അംഗീകരിച്ചാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്ന ആനന്ദകുമാറിന്റെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. തട്ടിപ്പുമായി വ്യക്തിപരമായി ബന്ധമില്ലെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കോടതി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശാസ്തമംഗലത്തെ വസതിയിൽ നിന്ന് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആനന്ദകുമാറിനെ മുറിഞ്ഞപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ECGയിൽ വ്യതിയാനം കണ്ടതോടെ കാർഡിയോളജി വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്ത ആനന്ദകുമാർ നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്.
പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാകും ക്രൈംബ്രാഞ്ച് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയെന്നാണ് വിവരം. ആനന്ദകുമാറിനെ ആലപ്പുഴയിലും കൊച്ചിയിലും എത്തിച്ച് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആരോപണ വിധേയരായ കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണന് പുറമെ ആനന്ദകുമാറിനെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. 5 ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. സംസ്ഥാനത്ത് ലഹരി വേട്ട തുടരുകയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കോഴിക്കോട് 79 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിലായി. കൊച്ചിയിൽ 23 ഗ്രാം MDMAയുമായി ആലപ്പുഴ സ്വദേശിയും പാലക്കാട് 1.25 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളും പിടിയിലായി. അതേസമയം പുതിയ തലമുറയെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് PC വിശ്വനാഥ് സഭയിൽ ഉന്നയിച്ചു. കുട്ടിക്കുറ്റവാളികൾ എന്ന് ചാപ്പ കുത്തുന്നത് ശരിയാണോ എന്ന് സംശയമുണ്ടെന്ന് മന്ത്രി MB രാജേഷും വ്യക്തമാക്കി. സംസ്ഥാനത്തെ ലഹരി വഴികൾ തേടിയുള്ള അന്വേഷണത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് നിരവധി കേസുകളാണ്. കോഴിക്കോട് കണ്ടംകുളങ്ങരയിൽ 79 ഗ്രാം MDMAയുമായി 3 പേരാണ് എലത്തൂർ പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ്, നിജിൽ, രാഹുൽ എന്നിവരെ കണ്ടംകുളങ്ങരയിലെ ഹോം സ്റ്റേയിൽ വെച്ചാണ് പിടിച്ചത്. കൊച്ചിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ആലപ്പുഴ സ്വദേശി ഷിയാസിന്റെ പക്കൽ നിന്നും 23 ഗ്രാം MDMAയാണ് ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തത്. സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. പാലക്കാട് കോട്ടോപ്പാടത്ത് 1.25 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 2 യുവാക്കളും പിടിയിലായി. കൂമഞ്ചേരി കുന്നിൽ വെച്ച് യുവാക്കളെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലും എക്സൈസിലും വിവരമറിയിക്കുകയായിരുന്നു. പശ്ചിമബംഗാൾ സ്വദേശികളായ പ്രദീപ് ജാന, സദ്ദാം ഹുസൈൻ മൊല്ല എന്നിവരാണ് പിടിയിലായത്. പൊന്നാനിയിൽ ജോലി ചെയ്യുന്ന ഇരുവരും ഇടനിലക്കാരൻ വഴിയാണ് കഞ്ചാവിനായി പാലക്കാടെത്തിയത്. ഇവർക്ക് കഞ്ചാവ് നൽകിയവരെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും എക്സൈസ് സംഘം അറിയിച്ചു. അതേസമയം ലഹരി ഒഴുക്കിൽ സംസ്ഥാനം നേരിടുന്ന ഗുരുതര സാഹചര്യം ഇന്ന് വീണ്ടും നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. പുതിയ തലമുറയെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള ഇടപെടൽ വേണമെന്നും PC വിശ്വനാഥ് സഭയിൽ ആവശ്യപ്പെട്ടു. കുട്ടികളെ ഈ സംഭവങ്ങൾക്ക് ശേഷം വല്ലാതെ അങ്ങോട്ട് സാമാന്യവൽക്കരിച്ച് ഈ പുതിയ തലമുറ മുഴുവൻ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തവരും കൊള്ളരുതാത്തവരുമാണെന്ന ഒരു പ്രചരണവും കൂടെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതിനെയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രതികരിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനായി സ്കൂളുകളിൽ ജാഗ്രതാ സമിതികൾ തുടങ്ങിയതായി മന്ത്രി MB രാജേഷ് സഭയെ അറിയിച്ചു. കുട്ടികൾക്കിടയിലെ അക്രമവാസന കൂടുന്നത് മനഃശാസ്ത്രപരമായി കൂടി സമീപിക്കണം. ഇതിനായി വിദഗ്ധരെ ഉൾപ്പെടുത്തി പഠനം നടത്തും. കുട്ടിക്കുറ്റവാളികൾ എന്ന് ചാപ്പ കുത്തുന്നത് ശരിയാണോ എന്ന് സംശയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തന പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരുന്നു. സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ 5000-ലധികം പേരെയാണ് പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ ശക്തമാക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. വടവന്നൂർ സ്വദേശി അബ്ബാസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ നിരവധി ലഹരിക്കടത്ത് കേസിലും അടിപിടി കേസുകളിലും പ്രതികളാണ്. കാസർഗോഡ് ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് മാതാവിനെയും മകനെയും വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതി പിടിയിലായി. മാസ്തിക്കുണ്ട് കാച്ചിക്കാട് സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് പിടികൂടിയത്. ഒരാൾ ഒളിവിലാണ്. കാസർഗോഡ് 15 വയസ്സുകാരി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് വീഴ്ചയിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. പെൺകുട്ടി ഒളിച്ചോടിയതാണെന്ന നിഗമനത്തിൽ തുടക്കത്തിലെത്തിയത് ഗുരുതര പിഴവാണ്. മാതാപിതാക്കളുടെ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച കോടതി കേസ് ഡയറി നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല.
പൈവളികയിലെ പോലീസ് വീഴ്ചകൾ ഹൈക്കോടതി അക്കമിട്ട് നിർത്തി. 15 വയസ്സുകാരിയെ കാണാതായപ്പോൾ ആദ്യം തന്നെ ഒളിച്ചോടിയതാണെന്ന് നിഗമനത്തിലെത്തിയത് തെറ്റ്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കണമായിരുന്നു. കുട്ടിയുടെ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ട്? കേസ് അന്വേഷണത്തിൽ മുൻവിധികൾ പാടില്ല. 7 ദിവസത്തിന് ശേഷം മാത്രം പോലീസ് നായയെ അന്വേഷണത്തിന് നിയോഗിച്ചതിലും തെറ്റുപറ്റി. സ്ത്രീകളും കുട്ടികളും ഇരകളാകുന്ന കേസുകളിൽ കൂടുതൽ ജാഗ്രത കാട്ടണം. കേസ് ഡയറി പോലീസ് കോടതിയിൽ ഹാജരാക്കി. കാണാതായത് പെൺകുട്ടിയാണെന്ന ജാഗ്രത അന്വേഷണത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. ഈ കേസിനി പോലീസിന് പാഠമാകണമെന്ന നിരീക്ഷണം നടത്തിയ ഡിവിഷൻ ബെഞ്ച് കേസ് ഡയറിയുടെ പകർപ്പ് വേണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം അംഗീകരിച്ചില്ല. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ CPM BJP സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. പാനൂർ പൊയിലൂരിലാണ് CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പാനൂർ കൊല്ലമ്പറ്റ സ്വദേശി ഷൈജുവിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് സാരമായി പരുക്കേറ്റ ഷൈജുവിനെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസിലെത്തി. പോർട്ട് ലൂയിസിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ നരേന്ദ്രമോദിയെ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ റാങ്കുലം സ്വീകരിച്ചു. ദ്വീപ് രാഷ്ട്രത്തിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കുന്ന മോദി രാജ്യത്തെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ റാങ്കൂലത്തിന്റെ ക്ഷണത്തെ തുടർന്നാണ് ദേശീയ ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി മോദി എത്തിയത്. സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയതും തിളക്കമുള്ളതുമായ ഒരു അധ്യായം തുറക്കുമെന്ന് മോദി പറഞ്ഞിരുന്നു. മൗറീഷ്യസ് പ്രധാനമന്ത്രിയെ കൂടാതെ പ്രസിഡന്റിനെയും ദ്വീപ് രാഷ്ട്രത്തിലെ വിശിഷ്ട വ്യക്തികളുമായും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ശേഷി വർദ്ധിപ്പിക്കൽ, വ്യാപാരം, അതിർത്തി കടന്നുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നീ മേഖലകളിൽ സഹകരണം ഉറപ്പിക്കുന്ന നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. മൗറീഷ്യസിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലും ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ് ഗംഗ സ്കൈ ഡൈവിംഗ് ടീമും സായുധ സേനയുടെ ഒരു സംഘവും പങ്കെടുക്കും. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച സിവിൽ സർവീസ് കോളേജും പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. ഇതിനു മുൻപ് 2015 മോദി അവസാനമായി മൗറീഷ്യസ് സന്ദർശിച്ചത്. മുൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനിയായ മൗറീഷ്യസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ. 12 ലക്ഷത്തോളം വരുന്ന ദ്വീപ് രാഷ്ട്രങ്ങളിലെ ജനസംഖ്യയുടെ 70% ഇന്ത്യൻ വംശജരാണ്. ഇതിനു പുറമെ ദ്വീപിന്റെ സംസ്കാരം, രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതും ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം ഏറെ പ്രത്യേകതകളുള്ളതാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ദോഹയിൽ വേദിയൊരുങ്ങിയെങ്കിലും സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാതെ ഇസ്രായേൽ. ദോഹയിലെത്തിയ ഇസ്രായേൽ ഹമാസ് സംഘങ്ങളുമായി മധ്യസ്ഥ രാജ്യങ്ങൾ അനൗപചാരിക ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചെങ്കിലും കാര്യമായ പുരോഗതിയില്ല. സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മാത്രം ബന്ദി കൈമാറ്റം എന്ന ഹമാസ് നിലപാട് സ്വീകാര്യമല്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഹമാസുമായുള്ള ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ച് 10 ദിവസത്തിന് ശേഷമാണ് പുതിയ ചർച്ചകൾക്കായി ഇസ്രായേലി പ്രതിനിധി സംഘം ഖത്തറിലെത്തിയത്. ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ മുഖേനയാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ശേഷിക്കുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിക്കാനും ഗസക്കെതിരെ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിപ്പിക്കാനും ആവശ്യപ്പെടുന്നതാണ് രണ്ടാം ഘട്ട ചർച്ച. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന അനുമതി സംഘത്തിന് നെതന്യാഹു നൽകിയിട്ടില്ല എന്നാണ് വിവരം. സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലൂടെ മാത്രം ബന്ദി കൈമാറ്റം എന്ന ഹമാസ് നിലപാട് സ്വീകാര്യമല്ലെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത്. ഷിൻബത്ത്, മൊസാദ്, സൈന്യം എന്നിവയുടെ പ്രതിനിധികളാണ് ഇസ്രായേൽ സംഘത്തിലുള്ളത്. അതേസമയം ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ പുരോഗതി നോക്കിയാകും തങ്ങളുടെ ഇടപെടലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബന്ദിമോചന വിഷയത്തിൽ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിനു പുറമെ ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള US പ്രതിനിധി സംഘം ആഡം ബോഹലറുടെ പ്രതികരണവും ഇസ്രായേലിനെ രോഷം കൊള്ളിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഹമാസുമായി ഇനി നേരിട്ടുള്ള ചർച്ച ട്രംപ് ഭരണകൂടം ഉപേക്ഷിക്കുമെന്നാണ് സൂചന. അതേസമയം സഹായ വസ്തുക്കൾ തടയുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതോടെ ഗസയിലെ സ്ഥിതിഗതികൾ ഏറെ വഷളായി. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കായിക വാർത്തയിലേക്ക് എത്തിയാൽ UEFA ചാമ്പ്യൻസ് ലീഗ് ആദ്യ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. പ്രീ ക്വാർട്ടർ രണ്ടാം പാദത്തിൽ ബയൺ മ്യൂണിക്ക് ബെയർ ലെവർക്യൂസനെയും ലിവർപൂൾ PSG-യെയും ബാഴ്സലോണ ബെൻഫിക്കയെയും നേരിടും. പ്രീ ക്വാർട്ടർ ആദ്യ പാദത്തിൽ ബയൺ മ്യൂണിക്ക് ലെവർക്യൂസനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. 1 ഗോളിനായിരുന്നു ലിവർപൂളിന്റെയും ബാഴ്സലോണയുടെയും ജയം.